ക്ലീറ്റോ മുത്തേ ഒന്നിങ്ങ ഓടി വന്നേ ഇവിടെ കണ്ണില് പൊടി വീണാ കണ്ണിൽ എന്താ പോയി എവിടെ നോക്കട്ടെ കണ്ണ് ഓറ ചുമന്ന് താഴോട്ടേക്ക് ഒരു മുടി കൈ വെച്ചെടുക്കട്ടാ എടുക്ക് പോണില്ല വെയിറ്റ് വെയിറ്റ് എന്താ ഇവിടെ വലിയ പീലി എൻ്റെ അമ്മേ മുഖം കഴുകിയോ ഡാഡി എന്തേടി ബാത്റൂമിൽ തന്നെ ഇതിപ്പോ എത്രാമത്തെ വട്ടോ അമ്മ വയറിളക്കം പിടിച്ചു പോവൂ വയറിളക്കവും കുന്തമൊന്നും അല്ല അതിന് പിന്നെ ഇപ്പൊ ഇലക്ഷന്റെ റിസൾട്ട് വരൂല ആദ്യം കയറിയിട്ട് കക്കൂസ് കയറിയിരിക്കുന്നതാ ആദ്യം കയറിയാ വയറ്റിന്ന് പോവൂ നിന്റെ കടിക്ക് പോവൂ ക്ലീറ്റോ ഇത് എന്തോ ക്ലീറ്റോ ഇത് എത്രാമത്തെ പ്രാവശ്യം പോണത്? അതെ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇത്രയും നാളായിട്ട് ഇത് കണ്ടിട്ടില്ലോ. ഒരു ഇലക്ഷനിൽ നിന്ന് കക്കൂസിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങണമില്ല. എനിക്ക് ഇച്ചിരി മനസമാധാനം വേണം. ക്ലീറ്റോൻ ആരാ ക്ലീറ്റോ അതിനകത്ത് മനസമാധാനം തരാനുള്ളത്? അതിനകത്ത് എനിക്ക് മനസമാധാനം കിട്ടണം നിങ്ങൾക്ക് അറിയില്ലല്ലോ. എന്റെ ക്ലീറ്റോ എന്തായാലും ക്ലീറ്റോ തോക്കും. അപ്പൊ അതങ്ങോട്ട് വിചാരിച്ചാ പോരെ. കണ്ടാ ഇപ്പൊ മനസ്സിലായ ഞാൻ എന്താണ് ഇതിനകത്ത് പോയിരിക്കണേന്ന്. ഇവിടെ ഇരുന്ന് കുറച്ച് സ്വസ്ഥത കിട്ടും. അവിടെ വന്നിരുന്ന നിന്റെ വായിരിക്കുന്ന ഇമാരത്തെ വർത്താനം കേൾക്കണ്ടേ? എന്റെ കർത്താവ്, ഇനി എങ്ങാനും ഞാൻ ജയിക്കാൻ പോണെങ്കിൽ പോലും നിന്റെയൊക്കെ ഈ പ്രാക്ക് പിടിച്ച വർത്താനം കാരണം ചിലപ്പോൾ തോറ്റു. ക്ലീറ്റോ ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. അന്നേരം അത് കേൾക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇപ്പോഴതങ്ങ് പറഞ്ഞു പഠിപ്പിച്ചോ. ഞാൻ തോക്കും അങ്ങ് വിചാരിച്ച പോരെ. അത് നീ അങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ അത് തോക്കുന്നു. എന്റെ മനസ്സിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ഞാൻ ജയിക്കുമെന്ന്. എന്ത് പ്രതീക്ഷ? കഴിഞ്ഞ 2 പ്രാവശ്യം ക്ലീറ്റോ തോറ്റതല്ലേ, പിന്നെയും ക്ലീറ്റോ എന്തിനാ പ്രതീക്ഷിക്കണേ? അതുപോലെ അല്ല ഇപ്പോഴും. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം അവനും അവൻ്റെയൊക്കെ നേതാക്കന്മാരും കാണിച്ചു കൂട്ടുന്നതേ അങ്ങനത്തെ തെമ്മാടിത്തരമുണ്ട്. എൻ്റെ പൊന്നു ക്ലീറ്റോ ഇങ്ങോട്ട് വാ. നമുക്ക് ഒരുപാടൊന്നും ആശിക്കണ്ട, ഇങ്ങോട്ട് പോര്. അതെ, നീ ഒന്ന് പോവോ നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തണില്ലല്ലോ. ക്ലീറ്റോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കക്കൂസ് കയറി ഇരിക്കുവാണോ? ക്ലീറ്റോ റിസൾട്ട് വരുമ്പോ വരട്ടേന്നേ. ഇത് എൻ്റെ വീട്ടിലെ കക്കൂസ്. ഞാൻ അതിനകത്ത് ഇരിക്കും കിടക്കും, ചിലപ്പോൾ അവിടെ ഇരുന്ന് പലതും ചെയ്യും. അവിടെ സ്വസ്ഥത വരൂലെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ? രാവിലെ തൊട്ട് ഇത്രയും നേരം വരെ അവിടെ ഇന്നലെ വരെ ക്ലീറ്റോന് ഈ ടെൻഷൻ ഉണ്ടായില്ലല്ലോ. ഇത്ര ടെൻഷനുള്ള ആളാണെങ്കിൽ എന്തിനു നിൽക്കാൻ പോണു ക്ലീറ്റോ? ക്ലീറ്റോന്റെ ഇതിനു മുമ്പുള്ള കാലങ്ങളൊന്നും ക്ലീറ്റോ മറന്നിട്ടില്ലല്ലോ. ഞാൻ നന്നാവണത് നിനക്കൊന്നും ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. നീയും നിന്റെ ആങ്ങളെയും നിന്റെ ഒരു മോളും എല്ലാം എനിക്കെതിരാണ്. ആ ബൂത്തിലാ എന്നാ അങ്ങോട്ട് ചെല്ല, അത് നിൽക്കൂല. ഓ അതെയാ, മറ്റേ ബൂത്തിലെ എണ്ണിയില്ലല്ലോ. അതെണ്ണപ്പോ നീ ഒന്ന് വിളിക്കണേ. ഓ എന്റെ ക്ലീറ്റോ അതിനകത്ത് കയറിയിരിക്കാ. ബൂത്തിലെങ്ങനെ പോയിരിക്കേ? എന്നിട്ട് ജോലി നോക്കടി. മനുഷ്യനെ പ്രഷർ തരാനായിട്ട് ക്ലീറ്റോ എന്നാ വേഗം ആ ചായയെങ്കിലും കുടിക്കാം, അല്ലെങ്കിൽ ഇതിനുള്ള അവധ് വേണ്ടേ മനുഷ്യന്? ക്ലീറ്റോ ഇതാണ് നമ്മുടെ രാഗിയുടെ പാചകമൊന്നും പാചകമല്ല, ലില്ലിയുടെ പാചകമാണ് കേമം. ഉറക്കെ പറയേണ്ട സത്യം തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് അവിടെ പോയി പറയാൻ പറ്റുമോ? ജീവിച്ചു പോകണ്ടേ? എന്താണോ തരുന്നത് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ ഇതുപോലെ ആളുകൾ വരുമ്പോൾ ഇതുപോലെ ഉറക്കെ പറയും. വൈകിട്ട് എന്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വരും. നമ്മളെല്ലാവരും ഇരിക്കുന്നു. ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തുടങ്ങും. എൻ്റെ പൊന്നളിയെ ആദ്യം ഒന്നും ജയിക്കട്ടെ. എന്ത്? ചെറിയ പ്രശ്നമുണ്ട്. നിനക്കെന്താ, നീ ജയിക്കുന്ന ഈ ലോകത്ത് മൊത്തം അറിയാലോ. അങ്ങനല്ല അളിയാ, നമ്മളെ സജി ഇല്ലേ, അതിൻ്റെ എതിർ സ്ഥാനാർത്ഥി, ഇത്തിരി പ്രശ്നമാണ്. കാര്യം ആ വടക്കൻ ഭാഗം മൊത്തം അവൻ്റെ കൂടെയാണ്. അങ്ങനെയൊന്നുമില്ലടാ, അത് നിങ്ങള് പാർട്ടി സ്ട്രോങ് അല്ലേ? അതും ഒരു പ്രശ്നമാണ്. പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്ന എല്ലാത്തിനും നമ്മളും കൂടെ ഉത്തരം പറയണം. ജനങ്ങൾ മുമ്പ് പോകണം നമ്മളാണ്. അല്ല, ഇത്തരം ഇതിന് ഒരു കുഴപ്പമില്ല. കാരണം നിന്നെ നാട്ടുകാർക്ക് കൂടെ അറിയാമല്ലോ. പാർട്ടിയുടെ മാത്രം നോക്കുമല്ലോ, ആളുകളെ നോക്കുമല്ലോ, വ്യക്തികളെ നോക്കിയിട്ടല്ലേ. വ്യക്തിയെ നോക്കുന്നത് കൊണ്ടാണ്
എനിക്കൊരു ചെറിയൊരിത്. എന്നാലും നീ അങ്ങനെ നമ്മൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്ന് ജയിക്കുമെന്ന് ഉറപ്പിക്കുക. അല്ല അങ്ങനെ പറയുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നീ തരണം ചെയ്യാൻ പാടുപെടും. എന്തോന്നു? നിനക്ക് ശക്തനായ വേറൊരു എതിരാളി ഉണ്ട്. വേറെ നീ അവനെ പേടിച്ചു പറ്റുള്ളൂ. നീ വിചാരിക്കുന്ന കണക്കല്ല അത്. അപ്പുറത്തൊരാളുണ്ട്. എന്താ പോലെയാ വയറുകൾക്ക് ആഹാരം തന്നിട്ട് ഇവിടെ തന്നെ ഛർദ്ദിപ്പിക്കരുത്, ചിരിപ്പിച്ച്. നീ അങ്ങനെ മോശക്കാരനെ കണ്ട എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ സംഭവമൊക്കെ ശരി തന്നെ. സത്യം നീ രാവിലെ തന്നെ എനിക്ക് ഇല്ലേ അവൻ അവിടെ കാണും. പേടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. വെളി ഇറങ്ങൂലല്ലേ? വരുന്നില്ലേ? ഒത്തിരി അങ്ങനെ എല്ലാ റിസൾട്ടിൻ്റെ ഒന്നും അതിനകത്തിരിക്കും. വെളി ഇറങ്ങൂല. നീ ഇന്ന് വിളി കാണട്ട്. ഞാൻ വിളിക്കില്ല. വിളിയല്ലേ? ഞാൻ വിളിക്കില്ല. എങ്കിൽ ഞാൻ വിളിക്കാം. അയ്യോ അമ്പിളിക്കുട്ടൻ ചേട്ടനാ. ആ വായു ഒക്കെ എന്തിനാ ഇവിടെ വന്നേക്കണത്? ഒരിടത്തും സ്വസ്ഥത തരൂലെന്ന് തന്നെ. അവനെ കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ എണ്ണ എടുത്തോട്ട് പോകാത്തത്. കുഞ്ഞ് തള്ളിക്കൊണ്ട് വന്നേക്കണം. എന്ത് പാട്, ക്ലീറ്റോനെ വിളിക്കാനും പാടില്ലേ? എന്തെങ്കിലും പറയാനും. എന്നെ അവൻ എന്തിനടി വിളിക്കണത്? എന്നെ എന്തിനു വിളിക്കണമേ? ക്ലീറ്റോന്റെ കാണിക്കൽ കണ്ടാ തോന്നുന്നു ആരും നിർബന്ധിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ചാടിച്ച പോലെ ഉണ്ടല്ലോ. അമ്പിളിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞായിരുന്നു നിൽക്കാനായിട്ട്. കമ്പിളിക്കൂട്ടൻ അവൻ്റെ ചെന്നപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടാവും, അതുകൊണ്ട് എന്തിന്? വിളിക്കണായിരിക്കും. ഞാൻ എന്തിനു വേണം? അവൻ എന്തൊരു സംശയം? ഞാൻ ഒരു സ്കൂൾ മാഷ, അവന്റെ സംശയം തീർക്കാൻ. ക്ലീറ്റോനല്ലേ വിളിക്കണം? മോശമല്ലേ ക്ലീറ്റോ? അതെ, നിനക്ക് അത്ര ഇതാണോ? നീ പോയി ചോദിച്ചു പോ. എന്നെ അല്ലേ വിളിച്ചത്? ക്ലീറ്റോനല്ലേ വിളിച്ചത്? എനിക്ക് സൗകര്യമില്ല. നീ പോയിട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. അങ്ങോട്ട് പോകാൻ കാണിക്കണേ. കളിക്കരുത്. കുഞ്ഞു പിള്ളേരെ പോലെ നാണൌട്ട് ക്ലീറ്റോ ഇമാതിരി കാണിക്കാം. നീ പൊയ്ക്കേ കൂടെ. തങ്കം, എന്തോ എന്ത് പറ്റിയ അവന്? ഭയങ്കര ക്ഷീണം. പനിയാ? ഒന്നുമില്ല. എടേ പറഞ്ഞില്ലേ? എടാ നീ പറഞ്ഞില്ലേ വോട്ടറിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? വാ നമുക്ക് ഒരുമിച്ച് വാ. എന്തടേ പേടിച്ചു പോയാ? ഉണ്ടാട്ടം മുട്ടി പോയാ? നാക്കിറങ്ങിയ? ആരൊക്കെടാ പേടി? എന്തിനാടാ ഇവിടെ പേടി? എനിക്കൊരുത്തരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വാ. നീ പേടിക്കേണ്ടി വരും. നീ എണ്ണാൻ കുറച്ച് മണിക്കൂറേ ബാക്കിയുള്ളൂ കേട്ടാ. അങ്ങോട്ട് തന്നെ പോണ. വാ, പേടിയിലേക്ക് വാടാ. എന്തിനു വീട്ടുകാർ കുത്തിയിരിക്കണേ? എടാ ഞാൻ എൻ്റെ സൗകര്യം, എനിക്കിവിടെ ഇരുന്നാലും മതി അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ. പിന്നല്ലേ നീ അമ്പിളിക്കുട്ടൻ എന്താ കുഴപ്പം? ഇപ്പം എൻ്റെ ആളെ അവിടെ സംസാരിക്കട്ടെ. ഡേ നിന്റെ ഇവിടെ അഭിപ്രായം അത്യാവശ്യം ആരും ചോദിച്ചില്ല കേട്ടാ. ഞാൻ ചോദിക്കട്ടെ, എന്നെ പൊന്നെ അളിയനോട് ഒരു കാര്യം പറയട്ടെ. ഇവ എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് ഇവന് ടെൻഷൻ? സാധാരണ രീതിയിൽ നമ്മൾ രണ്ടുപേരും മത്സരിക്കുന്നു, ഞാൻ എപ്പോഴും ജയിക്കുന്നു, നീ തോറ്റുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്രാവശ്യം നടക്കുന്നത്. പിന്നെ എന്തിനാണ് നീ ടെൻഷനും പേടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് റിസൾട്ട് എണ്ണി തീരണത് വരെ ഉണ്ടാവണം. എടാ അണയാൻ പോണ ദീപം ആളിക്കത്തുന്നൊരു ചൊല്ലുണ്ട്. അതിന്റെ ഇതായിരുന്നു കഴിഞ്ഞ 2 പ്രാവശ്യവും നീ ജയിച്ചത് കേട്ടാ. അത് വെച്ചിട്ട് നീ പ്രതീക്ഷിച്ചിരിക്കല. ഇതങ്ങ് അണയും പൂർണ്ണമായിട്ടും. അണയുമ്പോ കുറച്ച് വിറവൊക്കെ ഇട്ട് ഞാൻ കത്തിക്കും, നന്നായിട്ട് കത്തും. പക്ഷെ കത്തൂല അത്. അപ്പോഴേക്കും ചിലപ്പോൾ മഴയും പെയ്യും. നീ വിചാരിക്കണ്ട, നിന്റെ ചിരി കറക്കും. നീ നോക്കിക്കോ. പിന്നെ വാളിയാ, എന്റെ ചിരി കറക്കണം. നീ അവിടെ നിന്ന് കാണണം, എനിക്കത് കാണണം. എനിക്ക് അവിടെയൊന്നും വരണ്ട. ഇപ്പൊ തന്നെ ഞാൻ കണ്ട് നിന്റെ ചിരി കറക്കണതായിട്ട്. നീ വാ, നീ വന്നിട്ട് അവിടെ ഇരുന്ന് ഇലക്ഷൻ റിസൾട്ട് വരട്ടെ. വന്ന് നീ തോക്കണ സമയത്ത് നിന്റെ ചിഹ്നം ഉണ്ടല്ലോ, റോക്കറ്റ്, അത് എടുത്തോണ്ട് പാലാക്കി ഒരു വിടക്കം ചൂന്ന് പറഞ്ഞിട്ട് അങ്ങ് എപ്പോഴും പോലെ. പക്ഷേ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരാം. ആ റോക്കറ്റില് ഞാനിങ്ങനെ ചെണ്ടയും കൊട്ടെ, നിന്റെ ചെണ്ട ഉണ്ടല്ലോ, ചെണ്ട കൊട്ടി വന്ന് നിന്റെ കഴുത്ത് എടുത്തോണ്ടേ പോവുള്ളൂ. വേണം അളിയാ, വാ. ആവശ്യത്തിന് ഒരു 2-3 ചെണ്ടക്കാരോട് കൂടെ വിളിച്ചോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കാം. ഞാൻ ഇപ്പം വോട്ട് ചോദിച്ച ആളുകളെടുത്ത് പോയപ്പോ ആളുകൾ പറഞ്ഞു നിന്റെ പാർട്ടിയുടെ ഗുണഗണങ്ങള് പഴയ പോലെ അല്ല. അന്ന് നീ ജയിച്ച എങ്ങനെടാ? അന്ന് നീ ജയിച്ചത് നിന്റെ ആ പാവം നല്ല മനുഷ്യനായ അമ്മാവൻ മരിച്ചെന്റെ സഹതാപ വോട്ടില്. ശരി, അങ്ങനെയാണ് നീ ജയിച്ചത്. ഓക്കെ. അപ്പൊ അടുത്തത് ജയിച്ചതോ? അടുത്ത ജയിച്ചത് ആ അമ്മാവന്റെ അമ്മാവി മരിച്ചൊരു സഹതാപ വോട്ട്. അല്ല, നിനക്ക് എവിടെ ആളുകൾക്ക്? നിന്നെ ആർക്ക് വേണം ഇവിടെ? പിന്നെ ഇനി സഹതാപത്തിന് അമ്മാവനും അമ്മാവിയൊന്നും ഇല്ല. അത് ഈ റിസൾട്ടിൽ അറിയാം. എന്താ കഴിച്ചായിരുന്നാലേ? നീ എന്നെ കഴിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടാ. ഇല്ല ഒരു കാര്യം കൂടെ, ഒരു ഒറ്റ സംശയം എനിക്ക്, അത് മറുപടി പറഞ്ഞു തന്നാൽ മതി. അളി എന്ന് അഡ്വക്കേറ്റ് ആയത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. അളിയ പോസ്റ്ററിലെ അഡ്വക്കേറ്റ് ക്ലീറ്റസ് മത്തായി. എല്ലാവരും വെക്കാറുണ്ട്. എന്നാലേ പോലീസുകാരനും പൊതുപ്രവർത്തനം അറിയാനായിട്ട് പറയണ്, ഞാൻ LLBക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. നീ എവിടെ അഡ്മിഷൻ എടുത്തു?
കോളേജില് ഏത് കോളേജിലെന്നാണ് എടാ ചോദിച്ചത്? ഞാൻ ചിലപ്പോ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കും, ആ, അല്ലെങ്കിൽ അതാണ്. ആയുർവേദ കോളേജിൽ പഠിക്കും, ചിലപ്പോ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച് ഞാൻ അഡ്വക്കേറ്റ് ആവും. നിനക്കൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടാടാ? ആർട്സ് കോളേജിൽ വരെ അവൻ പഠിക്കും. പഠിക്കും. നീ വരുന്നുണ്ടോ? ഞാൻ പോവാം. നീ വേണ്ട, ഒരു കാര്യമുണ്ട്. കളിക്കണേ കൊള്ളാം, എന്റെ അളിയനുണ്ടല്ലേ. മതിയടേ, കുറെ നിയമങ്ങളൊക്കെ എനിക്കും അറിയാം കേട്ടാ. അഡ്വക്കേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം. ഞാൻ പഠിച്ചുകൂടെ കഴിയുമ്പോണ്ടല്ലോ നീയൊക്കെ ഓടും. അതെനിക്കറിയാം. നിനക്ക് പല തരികിട നിയമങ്ങളും നിനക്കറിയാമെന്നുള്ളത്. തരികിട കാണിക്കും, പിടിപ്പിക്കുന്ന നിയമം എല്ലാം അറിയാം. നീ വാ. അത് എടേ നമ്മളെ ഒരു പഴയ പത്തായം ഉണ്ടായിരുന്നല്ലോ, വലിയൊരു പത്തായം ഉണ്ടോ എപ്പോഴും? അതിനകത്ത് കയറി ഇരിക്കാൻ പറ. എടാ, പോടാ, പോടാ, നിന്റെ ആരെടുത്താണ് നീ കളിക്കുന്നത്? അളിയാ, എന്റെ ചെടി, എന്റെ ചെടി. വിളിച്ചോണ്ട് പോടാ. ക്ലീറ്റോ ചേട്ടാ അകത്തോട്ട് ചെല്ലുന്നു. അമ്പിളിക്കുട്ട, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മനുഷ്യന്റെ എന്റെ സ്വസ്ഥത അളിയൻ നിനക്ക് ഉണ്ടല്ലോ. സമാധാനായടി. ചുമ്മാ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വായി നോക്കി മുമ്പ് കൊണ്ടുവന്നപ്പോ ഇനി ആ കൊച്ചിന്റെ പുറത്ത് കയറിക്കോ. അല്ലേ, പൊയ്ക്കേ പോ ചെല്ല്. ഒന്ന് പോടാ ഒന്ന് പൊയ്ക്കേ. ഒരുത്തനും വേണ്ട. വേണ്ട 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 ക്ലീറ്റോ, ബഹളം ഉണ്ടാക്കരുത് ക്ലീറ്റോ. വെറുതെ പോയി അടി ഉണ്ടാക്കല്ലേ മാറി. ക്ലീറ്റോ. ഞാൻ പറയണം നിങ്ങൾക്ക് മനുഷ്യന് സ്വസ്ഥത കിട്ടണം. ഞാൻ പോട്ട്, ഞാൻ ഒന്ന് കക്കൂസി പോട്ട്. സ്വസ്ഥത തരൂല ഒരെണ്ണം. അല്ല, പക്ഷെ അമ്പിളിക്കുട്ട നീ എത്തി കൂടി പോയി. പിന്നെ അത് അവന് വിഷമായെന്ന് തോന്നുന്നു. അൻസാറേ, എണ്ണി തുടങ്ങിയ എടാ, ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തല്ല, ഞാൻ ഇവിടെ ബാത്റൂമിലാ. അതിപ്പോൾ കേൾക്കാമോ? എടാ എന്തായി? കുറിഞ്ഞിലക്കോട് പൂത്താ? ആ, അതെങ്ങനെയുണ്ട്? ഇല്ലേ, അവിടെ ഒന്നുമില്ല. ആ, ഓ ശരി. നീ മറ്റേ മണ്ണാറമ്പാറ പൂത്ത് എണ്ണുമ്പോൾ വിളിക്കാൻ. ഓ വിളിക്ക്. ആരെ? മണ്ണാറമ്പാറ പൂത്ത് എണ്ണിയാ? ഫുൾ എണ്ണി കഴിഞ്ഞാ? എത്ര ഉണ്ട് നമുക്ക്? ഒന്നുമില്ലേ? ശേ, കൊറ്റാമല പൂത്ത? ആ, എണ്ണാൻ പോണേ ഉള്ളൂ. അത് എണ്ണി കഴിയുമ്പോൾ ഒന്ന് വിളിക്കോ നീ? ഓ ശരി. ഓക്കെ. കൊറ്റാമല പൂത്ത് എണ്ണി കഴിഞ്ഞാ? എത്ര? 5 ഉണ്ടോ? ആ, 5 പേര് ആരുടെ അവിടെ? അല്ലല്ല, അവരല്ല. എനിക്കറിയാം. നമ്മളെ മറ്റേ മാഹിയില്ലേ, മറ്റേ മില്ലിട്ടേക്കണ മാഹിയും, മാഹിൻ്റെ വാപ്പ, ഉമ്മ, അവൻ്റെ അവൻ്റെ അനിയത്തിയാ. അവർ നമ്മളാളാ. അത് തന്നെ. ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. ഓ പിന്നെ മറ്റേ ഇവിടുത്തെ ആലങ്കോട അടുത്തുണ്ടോ അല്ലേ? ഓ വിളിക്കണേ. ശരി. ചേച്ചി ഡാഡി എന്തേ? അവിടെ തന്നെ. അവിടെ ബാത്റൂമിൽ. ക്ലീറ്റോ ചേട്ടൻ എന്തേ? ഓ ഒന്നും പറയണ്ട കൊച്ചേ. 10ാമത്തെ പ്രാവശ്യമാറ്റിയാ കക്കൂസ് കയറിയിരിക്കുവാ. പണ്ടേ അങ്ങനെയല്ലേ, വെപ്രാളം കയറി കഴിഞ്ഞാൽ പിന്നെ കക്കൂസിന്ന് ഇറങ്ങിയത്. എന്തിനീ വെപ്രാളപ്പെടണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണെങ്കിലും തോക്കൂലേ? അവരോടൊക്കെ ഏറ്റുമുട്ടി ജയിക്കാൻ ക്ലീറ്റോനെ കൊണ്ട് പറ്റുമോ? ചേച്ചി ജയിക്കുമെന്ന് പറഞ്ഞോണ്ടല്ലേ എല്ലാരും നിൽക്കണത്. ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ തോക്കൂന്ന് നമുക്ക് മാത്രമല്ലേ അറിയാം. എടി മനക്കെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിൽ ഇത് ചെയ്യാൻ പോണത്? എനിക്കാണ് വെപ്രാളം കയറിട്ട് വേദിക്കിനെ പോയി നടക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മനക്കെട്ടില്ലാത്തൊരു ഇതിന്റെ പുറകെ പോവരുത്. ഇപ്പൊ അതിന്റെ ഉള്ളിലിരുന്ന് വർത്താനവും ഇതൊക്കെയാണ് കൂടെ ഇറങ്ങണേ ഇല്ല. രാവിലെ കേറും, ഒന്നിറങ്ങും, വെള്ളം ഒഴിക്കും, പിന്നെയും പോരും, പിന്നെയും കേറും. ചേച്ചി എനിക്കൊരു സമാധാനം ഇല്ല ചേച്ചി. പൊട്ടബുദ്ധിയിൽ വല്ലൊക്കെ കാണിച്ചാൽ എന്ത് ചെയ്യും? എന്ത് പൊട്ടബുദ്ധിയിൽ കാണിക്കാൻ? അങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ നേരത്തെ കാണിക്കണ്ട. എന്തോരം തോറ്റേക്കണ അല്ലേ ചേച്ചി? നമ്മുടെ മറ്റേ ബാലൻ ചേട്ടന്റെ മോനില്ലേ, മറ്റേ സുഭാഷ്, ആ ചെറുക്കൻ ആത്മഹത്യ ചെയ്തില്ലായിരുന്നു? ചേച്ചിക്ക് മറന്നുപോയാ? അവൻ ഇലക്ഷൻ നിന്നിട്ട് ആത്മഹത്യ ചെയ്തതാ? അതേതാണ്ട് അതിന് കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്തതല്ലേ? അത് സമ്മതിച്ച്. പക്ഷെ ഇങ്ങനെ ഒറ്റ ബുദ്ധിയിൽ തോന്നണതാണ്. എനിക്കാണ് ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല. ആത്മഹത്യ ചെയ്യാൻ പോണേ. നല്ല ടെൻഷൻ ഉണ്ട് ഡാഡിക്ക്. അതിന് വേറെ ആളെ നോക്കണം. ക്ലീറ്റോ കമന്ന് വീണാലും 4 കാലിൽ തന്നെ വീഴുള്ളൂ. 4 കാലിൽ വീണിട്ടാണ് ഇങ്ങനെ നടക്കണത്, ബാത്റൂമിൽ കയറി ഇരിക്കണത്. ഒന്നുമില്ല. എന്നാലും ആത്മഹത്യ ചെയ്യാനൊന്നും നോക്കൂല. അങ്ങനെയാണെങ്കിൽ അതാ പറഞ്ഞേ, നേരത്തെ ആത്മഹത്യ ചെയ്യൂല്ലായിരിക്കും. പക്ഷെ എന്നാലും ടെൻഷനല്ലേ ചേച്ചി? ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചോണം. നീ കൂടെ നോക്കിക്കോണേ. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ടൊരു സമാധാനം കിട്ടണില്ല. പിന്നെ സമാധാനം കേട്ട് ഞാനൊക്കെ ഇല്ല ഇവിടെ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ബാത്റൂമിൽ എന്താ കാണിക്കണേന്ന് നമ്മൾ അറിയണുണ്ട്. ബാത്റൂമിൽ സാധാരണ എന്താ കാണിക്കണത് അത് തന്നെ. അതിന്റെ വെള്ളക്കാലം തൂങ്ങി കിടന്നാലോ? പിന്നെ ബാത്റൂമിൽ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ താഴത്തോട്ട് വീഴും. ഒന്നുമില്ല അവിടെ തൂങ്ങ. ഇടയ്ക്കിടയ്ക്ക് ആരുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്.
അതുപോലെ പിച്ചിമ്പയും പറയായിരിക്കും ടെൻഷൻ പിന്നെ നിങ്ങൾക്ക് ഇത് പറയാം എന്റെ ആങ്ങളെയാണ് എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തി എന്റെ ഇല്ല പ്രമുഖനാ പൊടി അവിടുന്ന്. ആ പ്രമുഖൻ വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ടും പറയണം പ്രമുഖൻ പേടിപ്പിച്ച് മനുഷ്യൻ ചെയ്യൂ. എന്ത് ഓ അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. എന്ത് ടെൻഷൻ? ഉണ്ട്. ക്ലീറ്റോ ആലങ്കോട് അയ്യോ ഒന്നുമില്ലടിയാ. എന്തൊരാളുകളുടെ ഇവര് നമ്മൾ കാണുമ്പോൾ എന്ത് ചിരിച്ചെന്ത് സ്നേഹത്തോടെ വന്ന ഒരുത്തം പോലും ഇല്ല എന്നുള്ളതാണ് അവിടെ. നോക്കി വെച്ചോളിയാ അവിടെയൊക്കെ. ആ ഇനി മഞ്ച ആ കുളവിക്കണം. ഓ വെള്ളൂർ പോണം അളിയാ. ആ 3 ബൂത്തും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. അതൊക്കെ മറ്റേ KKPP സജീര അവൻ്റെ വാർഡുകളാണ്. ആ ആ സാറേ ഞാൻ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കാം കേട്ടോ. ബാക്കി വിവരമൊക്കെ പിന്നെ അറിഞ്ഞോളാം. ശരി കളിയാ. ഓക്കെ. അയ്യോ പോയേ 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 സൗമ്യ പോയേ ഫ്ലൈറ്റ് പോയേ സൗമ്യ പോയേ ഫ്ലൈറ്റ് പോയേ രണ്ടാം വാർഡിലെ സൗമ്യ പോയേ രണ്ടാം വാർഡിലെ സൗമ്യ പോയേ. അത് 2ാം വാർഡിലെ റിസൾട്ടാ ക്ലീറ്റോ ചേട്ടാ. ഫ്ലൈറ്റ് ചിഹ്നത്തിൽ ഒരു പെണ്ണ് നിന്നില്ലേ സൗമ്യ, അവള് തോറ്റതാ. പേടിച്ചു പോയാ? എന്തിന്? എന്താടി? ആ 2ാം വാർഡിൽ നിന്ന് മത്സരിച്ചില്ലേ ഒരു സൗമ്യ ഫ്ലൈറ്റ് ചിഹ്നത്തിൽ, അവള് തോറ്റ്. അത് വിളിച്ചു പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എന്തിനാ ഇവിടെ വന്നിരിക്കണ? അകത്ത് വന്നിരിക്കേ. ചേച്ചി കാറ്റുണ്ട്. സാരമില്ലെന്നേ. എനിക്ക് എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ബാത്റൂമിൽ തോറ്റാലും കുഴപ്പമില്ല ജയിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ നിൽക്കും. ജയിക്കും. ഈ ലാസ്റ്റ് 2 ബൂത്തിൻ്റെ അതാണൊരു പ്രശ്നം. ബാക്കി കുഴപ്പമില്ല, എല്ലാം നമ്മളെ നല്ല ടെൻഷൻ. എന്തായിടാ? എന്തായി എന്തായി? നീ അവിടെ തന്നെ വന്നത്? അവിടെ എന്നടയാ വന്നത്? എന്തായി? നിന്റെ ഫോൺ എന്താ കുഴപ്പം? ചാർജില്ല. ഓഫ് ചെയ്ത് വെച്ചെന്ന് പറയാ. ഞാൻ പോയി നാണം കണ്ടില്ലേ? ഞാൻ വരെ നാണം കെട്ടുന്ന അവിടെ വന്നിട്ട് പറ എന്താന്ന് വെച്ചാ. പറയാൻ തോന്നുന്നു സ്ഥിരമുള്ളത് തന്നെ. തോറ്റ്. തോറ്റ ആ റോക്കറ്റ് താഴോട്ട് പോയി. സാരമില്ല ക്ലീറ്റോ ചേട്ടാ. അടുത്ത വർഷം നമുക്ക് ജയിക്കും. ഇനി അടുത്ത വർഷം നിൽക്കാം. നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. കെട്ടിവെച്ച പൈസ പോകുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. അതറിയാമല്ലോ, പിന്നെ എന്തിനു നിൽക്കണത്? എല്ലാരും ജയിക്കുമെന്ന് പറഞ്ഞല്ലേ നിക്കണത്. സാരമില്ല, പോട്ടെ. അവരൊക്കെ സഹതാപം കൊണ്ട് ജയിക്കണതല്ലേ. നമുക്കിപ്പോ ക്ലീറ്റോ ചേട്ടന്റെ വില ഈ നാട്ടുകാർക്ക് അറിയത്തില്ല. അത് തന്നെ അല്ല, അറിയാടി, നാട്ടുകാർക്കൊക്കെ അറിയാം. അതാണ്. ഇനി ഒരു കാര്യം ചെയ്യ ക്ലീറ്റോ, നമുക്ക് ഈ പാർട്ടിയും വേണ്ട പരിപാടിയും വേണ്ട. നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് പോകാം. അതാ നല്ലത്. അത് എന്തിനാ വെറുതെ ഈ ഇങ്ങനെയുള്ള നാട്ടുകാരെ സേവിക്കണ എന്തിന്റെ ആവശ്യമില്ല. ഇനി ആരെങ്കിലും വന്ന് സഹായം ചോദിച്ചാൽ ക്ലീറ്റോ തിരിഞ്ഞു പോലും നോക്കരുത്. ക്ലീറ്റോ എന്തോരോ സഹായം ആ മനുഷ്യൻ ചെയ്തേക്കണേ. കഴിഞ്ഞ ആഴ്ച കൂടി ആ രമണി ചേച്ചിക്ക് അവിടെ കെട്ടിയവന്റെ വൃക്ക മാറ്റി വെക്കലിന് എന്തോരം പൈസ ഒരു കൂട്ടി കൊടുത്തത്. വെളുപ്പാൻ കാലത്ത് ഇറങ്ങി പോകും, പാതിരാത്രിക്ക് കയറി വരും. ഊണും ഇല്ല ഉറക്കമില്ല. ഒരിടത്തിനും ഇനി നോക്കരുത് ക്ലീറ്റോ. വേണ്ട, നമ്മുടെ ക്ലീറ്റോ ഇനി ഒന്നിനും പോകണ്ട. പോട്ടെ, സാരമില്ല. അയ്യോ അയ്യോ. ജയിച്ചവര് ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ. നിനക്ക് എന്തോ കനക? ഒരു കാര്യം പറയട്ടെ. ക്ലീറ്റോ പോ, ക്ലീറ്റോ വാ. നിന്നില്ലേ അളിയാ, ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അളിയനെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? രാഷ്ട്രീയം തന്നെ അറിയാം. എൻ്റെ അളിയനാ ജയിച്ചത്. ആ ക്ലീറ്റോ ജയിച്ചതെന്ന് 107 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്.
മമ്മ കൈതാ. അയ്യോ പാവം. അല്ലേ? അല്ലേ? എന്തോന്നടി? എന്തോന്ന്? എന്തോ സ്വപ്നോ? ഉഫ്, മനുഷ്യൻ പേടിച്ചു പോയി. സ്വപ്നവും കണ്ടു ഉഫ്. ഒന്നും കിടന്നോ? ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും ഇച്ചിരി സ്വസ്ഥത. സ്വപ്നം കാണുന്നത് ഇപ്പൊ ഞാൻ എന്തോ സ്വപ്നം കണ്ട? നാളെ പറയാൻ ക്ലീറ്റോ കിടക്കുന്നു. എൻ്റെ ഉറക്കം പോയി. അതെ, ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം ഞാൻ ഓർത്തേ. നാളെ പറയാൻ ക്ലീറ്റോ കിടക്കുന്നു. അല്ലടി, ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയതാ. ഇന്നലെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇലക്ഷൻ വരാൻ പോവല്ലേ, സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കണമെന്നാണ് ഇപ്പം എല്ലാവരും പറയണേ. ഇപ്പം എല്ലാവരും നിർബന്ധിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് നിൽക്കാമെന്ന്. ഈ ഇലക്ഷൻ എന്തായാലും നമ്മൾ ജയിക്കും. അമ്മ Aliens.